1988-89 വർഷങ്ങളിൽ ഈ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. IPC താബോർ സഭയിലൊരു അസിസ്റ്റൻ്റ് പാസ്റ്ററായിട്ട് ചില നാളുകളായിരിക്കാനിടയായി. അതിനുശേഷമായി സെൻട്രൽ ചർച്ചിൽ. അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ദൈവശബ്ദം കേട്ട് പഞ്ചാബിലേക്ക് കടന്നു പോകാനിടയായത്. അവിടെ നിന്നൊരു ദൈവദാസൻ അവിടെ വന്നപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസൻ പഞ്ചാബിൽ വരുവാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, ദൈവദാസൻ വിളിച്ചാൽ ഞാൻ വരത്തില്ല. കർത്താവാണ് എന്നെ വിളിച്ചത് വേലയ്ക്കായി. ദൈവം അയക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാനിങ്ങനെ ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവെന്നോട് ഈ അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞതായ വാക്യമാണ് എന്നോട് സംസാരിച്ച്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കൽ അയക്കും. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ ഹിതമാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര പുറപ്പെട്ടു. പഞ്ചാബ് ആ സമയങ്ങളിലൊക്കെ വളരെ ഉഗ്രവാദികളുടെ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഓരോ പത്രത്തിലും ടി വിയിലെല്ലാം ഇങ്ങനെയുള്ള ഇത്ര പേര് മരിച്ചു എന്നുള്ളതായ വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പേരൻസ് പറഞ്ഞു, നീ എന്തോർത്തുകൊണ്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, കർത്താവാണ് എന്നെ വിളിച്ചത്. കർത്താവ് എവിടെ അയക്കുന്നു അവിടെ ഞാൻ പോകാൻ തയ്യാറായിട്ടാണ് വേലയ്ക്കായി സമർപ്പിച്ചത്. അതുകൊണ്ട് അവിടേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം യാത്ര പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നേരെ IPCയുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 6 വർഷം IPCയുടെ ജനറൽ പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ അടുത്താണ് എന്നെ കൊണ്ടാക്കിയത്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം 1 വർഷം താമസിച്ചു. ഭാഷയൊക്കെ പഠിക്കുവാനിടയായി. അതിനുശേഷമായി എൻ്റെ വിവാഹം നടക്കുവാനിടയായി. അതിനുശേഷമായി ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ പേരിലുള്ള ബന്ധത്തിൽ അങ്ങനെ പഞ്ചാബിൽ കടന്നുപോയി. പിന്നെ ചില വർഷങ്ങൾ ലുധിയാന എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിപ്പാനിടയായി. എന്നാൽ ദൈവം എനിക്കൊരു ദർശനം തന്നിരുന്നു. ഒരു ക്രിസ്ത്യാനികളും ഇല്ലായിരുന്നായ ഹിമാചലിൻ്റെ ബോർഡറിൽ ആ ദേശത്തെ പറ്റിയുള്ള ഒരു ദർശനം എനിക്ക് തന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ അവിടെ താമസിച്ച് പ്രവർത്തനം ആരംഭിപ്പാനിടയായി. ആദ്യമൊക്കെ കുറച്ച് ആർമിക്കാരായിരുന്നു, ആ ദേശത്ത് ആർമി ഉണ്ടായിരുന്നു. അങ്ങനെ ആർമിക്കാരായിട്ടുള്ള ചില ഓഫീസർമാരെ അതുപോലെ മറ്റ് ജവാന്മാരൊക്കെ കടന്നു വരുവാനിടയായി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ 2 പേരെ സ്ഥാനപ്പെടുത്തുവാനിടയായി. അത് 2 പേരും മലയാളികളായിരുന്നു, യാക്കോബുകാരായിട്ടുള്ള. അങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ ഇവിടേക്ക് അയച്ചുവെങ്കിൽ ഇവിടുത്തുകാരായിട്ടുള്ള ആൾക്കാരെ നൽകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ചില മാസങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം ചിലരെ മുമ്പോട്ട് കൊണ്ടുവരുവാനിടയായി. അങ്ങനെ അവിടെയുള്ളവരും അതുപോലെ തന്നെ ഹിമാചലിൽ നിന്നും ആൾക്കാർ കടന്നു വരുവാനിടയായി. അങ്ങനെ ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കാനിടയായി. ചുരുക്കം ഞാൻ പറയട്ടെ, ഇപ്പോൾ ആ സഭയിൽ തന്നെ 40-ൽ പരം സുവിശേഷകരെ കർത്താവ് ഇറക്കുവാനിടയായി. അതോർത്തുനിന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ ഭൂരിഭാഗവും ഹിമാചലിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷ് സർവീസിൻ്റെ കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വരുവാനിടയായി. അപ്പോൾ അദ്ദേഹം സിസ്റ്റർ എന്നോട് ചോദിച്ചു, നോർത്ത് ഇന്ത്യയിൽ നിന്നാണോ? ഞാൻ പറഞ്ഞു യെസ്. അങ്ങനെ ഹിമാചലിൽ നിന്നാണെന്ന് പറയുവാനിടയായി. അപ്പോൾ ആ പ്രദേശങ്ങളിലെല്ലാം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ സഭ അതിന് മുൻതൂക്കം കൊടുക്കുന്നെന്ന് അറിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടുത്തെ TV പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളൊക്കെ കാണുവാനിടയായി. ഞങ്ങൾ ഒരുമിച്ച് താബോർ സഭയിലായിരുന്നു. അദ്ദേഹം എൻ്റെ ഒരു വലിയ സ്നേഹിതനായിരുന്നു. എന്നാൽ ഇങ്ങനെ ദൈവം തന്നെ ഉപയോഗിക്കുന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ പത്താംകോടിനടുത്ത് ഹിമാചൽ എന്ന് പറയുന്ന മാമോൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ചെന്ന് തുടങ്ങിയ സഭ. ഇപ്പോൾ ഏകദേശം 150 പേരിൽ കൂടുതൽ ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒറ്റ മലയാളികളില്ല, എല്ലാവരും അവിടുത്തുകാരും അതുപോലെ പഞ്ചാബികളും അതുപോലെ തന്നെ ഹിമാചലിൽ നിന്നുള്ളവരാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഹിമാചൽ എന്ന് പറയുന്നത് ആൻറ്റി കൺവെൻഷൻ ബില്ല് പാസ്സാക്കിയ ഒരു സ്ഥലമാണ്. അവിടെ പബ്ലിക്കായിട്ട് ഒരു പ്രവർത്തനം നടത്തുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ്.
എന്നാൽ അതിന് നടുവിലും അനേകരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ചുരുക്കം ചില വാചകങ്ങളിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം ഓർക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്ത് കൊടുത്താലും മതി വരത്തില്ല. അതുപോലെ ദൈവം നമ്മെ സ്നേഹിച്ചു. ഒരു വാക്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 33-ന്റെ 2-ാം വാക്യം. Deuteronomy chapter 33 verse 2. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്ന് അവർക്ക് സെയീരിൽ നിന്ന് ഉദിച്ച് പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി ലക്ഷോപിലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്ന് അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം വായിച്ചിട്ട്. അതേ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു, അവർ തൃക്കാൽക്കൽ ഇരുന്ന് അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. ആമേൻ. നമുക്കറിയാം, നമ്മുടെ ദൈവം നമുക്ക് തന്നായ അനവധി ദാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ദാനങ്ങളാണ്. 1, ദൈവവചനം നമുക്ക് തന്നു. 2, കർത്താവിനെ നമുക്ക് തന്നു, തൻ്റെ പുത്രനെ നമുക്ക് തന്നു. 3-മതായിട്ട് ദൈവം തന്നത് തൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തന്നായ ദാനങ്ങളിൽ ചിലതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. നമുക്കറിയാം, അനേകരും ഇന്ന് ദൈവത്തെ പിൻപറ്റുന്നത് ചില ഭൗതിക നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. രോഗസൗഖ്യത്തിന് വേണ്ടി ദിവസങ്ങളിൽ കടന്നു വരുന്നവരുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ആ ഒരു അനുഭവത്തിൽ കൂടെ മുമ്പോട്ട് വരുന്നവരുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ. എന്നാൽ ഞാൻ പറയട്ടെ, ഭൗതികമായ ചില കാര്യത്തിന് വേണ്ടി ദൈവത്തെ പിൻപറ്റുന്നവരായിട്ടല്ല, മറിച്ച് ദൈവം നമുക്കതിനേക്കാളെല്ലാം ഉപരിയായി ചില വിലയേറിയ ദാനങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ആ ദൈവത്തെ പിൻപറ്റുന്നവരായി തീരണം. ഹല്ലേലൂയ. അതിൽ ഒന്നാമത് ഞാൻ ഇപ്പോൾ വായിച്ചത്, ഇവിടെ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് കൊടുത്തതായ നിയമങ്ങളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ വായിക്കുന്നു, തൃക്കാൽക്കലിരുന്ന് എന്ത് ചെയ്തു? വചനത്തെ പ്രാപിച്ചു. നമ്മളിന്ന് ദൈവസന്നിധിയിൽ തൃക്കാൽക്കലിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവം തന്നിരിക്കുന്ന ഈ വചനം മുഖാന്തരമാണ് നമ്മൾ വിശ്വാസത്തിൽ വരുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം നമ്മുടെ കയ്യിൽ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വചനം നമ്മുടെ ആഹാരമായിരിക്കണം. നമുക്കറിയാം, ഭൗതികമായി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബലം ലഭിക്കണമെങ്കിൽ ആ ഭൗതിക ആഹാരം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു ദൈവത്തിൽ ആത്മീയമായി വളർച്ച പ്രാപിക്കണമെങ്കിൽ ഇതില്ലാതെ നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഈ വചനത്തിനായിട്ട് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തിയത്. ഈ വചനമാണ് നമ്മെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചത്. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മളെ ദൈവം സ്നേഹിച്ചത് നമ്മളൊന്നും ചെയ്തിട്ടല്ല, നമ്മൾ ശത്രുക്കളായിരുന്നപ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹം മനസ്സിലാക്കിയാണ് നമ്മൾ ഈ ദൈവത്തെ പിൻപറ്റേണ്ടത്. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ പലപ്പോഴും വിശ്വാസത്തിലൊക്കെ വന്നെങ്കിലും നമ്മളൊക്കെ അനുകൂലമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ പുകഴ്ത്തുകയോ ചെയ്യുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കുകയും ചില ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവം നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ, ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് തരുവാനിടയായി. ആ സ്നേഹം ഓർക്കുമ്പോൾ നമ്മൾ എത്ര ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായാലും ആ ദൈവത്തിന് വേണ്ടി നമ്മൾ നിവരെ നിൽക്കുന്നവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവം നാം ശത്രുക്കളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമ്മളും എന്ത് ചെയ്യണം?
ഈ നമ്മളും അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഒന്ന് യോഹന്നാൻ ൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അതിൻ്റെ 3 നമുക്കറിയാം. 1 യോഹന്നാൻ 3:16 വായിച്ചാട്ടെ. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ, ഇതിലാണ് നമുക്ക് പരാജയപ്പെടുന്നത്. നമ്മൾ കർത്താവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയും. എന്നാൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. ദൈവം നമ്മെ സ്നേഹിച്ചെന്താണ്? തൻ്റെ വിലയേറിയ ദാനത്തെ, അല്ലെങ്കിൽ ഏകജാതനായ പുത്രനെ തന്ന് നമ്മെ സ്നേഹിച്ചുവെങ്കിൽ നാമും എന്തു ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ തയ്യാറാകണം. നമ്മൾ ചിലത് എൻ്റെ കുർബാനി, അല്ലെങ്കിൽ അതിനെന്താ പറയുന്നത്, ത്യാഗം ചെയ്ത്, അതാണ് സ്നേഹം. അല്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് മറ്റുള്ളവരും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവഭാഗത്തേക്ക് വന്നവർ, അല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞവർ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, നമ്മൾക്ക് ശത്രുക്കളായിരിക്കുന്നവരെ പോലും നമ്മൾ സ്നേഹിക്കണം. അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുവാൻ നമ്മൾ യോഗ്യതയുള്ളവരല്ല. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാൽ സമയത്തിൻ്റെ കൊണ്ട് ഞാൻ ഒട്ടൊന്നും പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന പല ആൾക്കാരുണ്ട്. അവരെല്ലാം ഒരുപോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുവാനുള്ള കൃപ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ദൈവഭാഗത്തേക്ക് വന്നവരെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമുക്ക് നമ്മുടേതെന്ന് പറയുവാനായിട്ടൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ആദ്യകാലത്തെ വിശ്വാസികൾ എന്താണ് ചെയ്യുന്നറിയാമോ? അവർ എല്ലാം പൊതുവകയെണ്ണി, അല്ലെങ്കിൽ അവർക്ക് ഒന്നും അവരുടേതായിട്ട് ഒന്നും പറയാനായിട്ടില്ലായിരുന്നു. അവർ പറഞ്ഞ് അവർക്ക് ഉണ്ടായിരുന്ന എല്ലാം പൊതുവക. അവരെന്ത് ചെയ്തു? മുട്ടുള്ളവർ വന്നപ്പോൾ എന്ത് ചെയ്തു? വസ്തുവകകളും വീടും ഉണ്ടായിരുന്നവരൊക്കെ വിറ്റ് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തു എന്നാണ് പറഞ്ഞത്. മുട്ടുള്ളവർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ആദിമ സഭയെ പറ്റി പറയുന്നത്. അതുപോലെ നമ്മളും എന്തു ചെയ്യണം? മറ്റുള്ളവരുടെ വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം ഈ സഭ അങ്ങനെയുള്ള ഒരു സഭയാണെന്ന് എനിക്കറിയാം. എന്നാൽ അനേക ദൈവമക്കളും അവരുടേതായ ഒന്നും വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറല്ല. അവരുടേതായ ചില കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്യുമെങ്കിലും കർത്താവ് പറഞ്ഞ ഒരു കാര്യം എന്താണ്? നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഞാൻ ഇന്നലെ പാർത്ഥായ വീട്ടിലെ അദ്ദേഹം പഴയൊരു വിശ്വാസിയാണ്. പാസ്റ്റർ സാമിനറിയാം. അദ്ദേഹത്തിൻ്റെ മോനെ ചർച്ചിൽ പോകത്തില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ വചനപ്രകാരം ജീവിക്കുന്നവരാരും അവിടെ കാണാനില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നല്ല അനേക ഗുണങ്ങൾ അവരെന്നോട് പറയുവാനിടയായി. അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ ഒരു പൈസ പോലും മാതാവിനോടും പിതാവിനോടും പറഞ്ഞു, നിങ്ങളൊരു പൈസ പോലും അവരോട് മേടിക്കരുത്. അതുപോലെ അവരെ ചെയ്തു. എന്നാൽ നോക്കുമ്പം അദ്ദേഹം ചർച്ചിൽ പോകുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മൾ യഥാർത്ഥമായി ദൈവത്തെ പിൻപറ്റുവാൻ ഇറങ്ങിയെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വചനം നമ്മൾ പാലിക്കണം. ഈ വചനം നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു ഫലവുമില്ല. നമ്മൾ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ഇന്ന വർഷം രക്ഷിക്കപ്പെട്ടു, ഞാൻ ഇന്ന വർഷം സ്ഥാനപ്പെട്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് കിട്ടി അല്ലെങ്കിൽ വിസ കിട്ടി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലിരിക്കുകയാണ് പലരും. കർത്താവ് ഇവിടെ വരുന്നത് ആരെ ചേർക്കുവാനാണെന്നറിയാമോ? ആരെ ചേർക്കാനാ? വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് വരുന്നത്. അല്ലെ സ്ഥാനപ്പെട്ട എല്ലാവരും, അല്ലെ IPCക്കാരെ അല്ലെങ്കിൽ ഹൗസ് ഓഫ് പ്രേയർകാരെ ചേർക്കുവാൻ വേണ്ടിയെന്നല്ല. ഹല്ലേലൂയ. ആരൊരുങ്ങിയിരിക്കുന്നു അവരെ ചേർക്കുവാനാണ്. അതുകൊണ്ട് നമ്മൾ ദൈവം തന്നിരിക്കുന്ന വചനത്തെ നമ്മൾ പാലിക്കുവാൻ കടപ്പെട്ടവരാണ്. എൻ്റെ സമയം തീർന്നുകൊണ്ട് പെട്ടെന്ന് ഒരു 1-2 കാര്യം കൂടെ, അല്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ജോൺ ചാപ്റ്റർ
3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒന്നാമത് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നു. രണ്ടാമതായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തന്നായ വലിയ ദാനങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദാനം എന്ന് പറയുന്നത് തൻ്റെ പുത്രനെ തന്നു. ഹല്ലേലൂയ. അത് ഓർത്ത് നമുക്കൊന്നും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിലെത്തിയവരായിരുന്നു. ഈ യേശുവിനെ പിതാവായ ദൈവം നമുക്ക് തന്നുകൊണ്ടാണ് നമ്മളിന്ന് ജീവനോടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളൊക്കെ യേശു മുഖാന്തരമാണ് നമുക്ക് കിട്ടിയത്. ഹല്ലേലൂയ. തൻ്റെ പുത്രനെ തന്നോടുകൂടെ ബാക്കിയെല്ലാം. ഇന്ന് പലരും ഈ എന്താ പറയുന്നത്, ചെറിയ ചെറിയ കാര്യത്തിന് പുറകിലാണ് ഇന്ന് അനേകരും യേശുവിനെ പിൻപറ്റുന്നത്. ചെറിയ രോഗസൗഖ്യം, ആ രോഗസൗഖ്യം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗസൗഖ്യം പ്രാപിച്ചവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ് യേശുവിനെ അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ലഭിച്ചു. എന്നാൽ അത് നിന്നു പോകുമ്പോൾ പലരും എന്ത് ചെയ്യുന്നു? ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ഒരുവന് ഹല്ലേലൂയ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അവൻ യേശുവിനെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ ഒരു വലിയ ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. ആ ഒരു വലിയ സ്നേഹം നമ്മൾ, യേശുവിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം എന്ന് എൻ്റെ ഉള്ളത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മളെ യഥാർത്ഥമായി യേശുവിനെ പിന്നിട്ടെങ്കിൽ കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിപ്പാൻ തയ്യാറാകണം. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥനയിലാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. രാത്രിയിൽ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് ദുഃഖകരമായിട്ട് ഉള്ള എന്തെങ്കിലും ചെയ്തുവോ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതൊക്കെ ഞാൻ പാലിച്ചു എന്ന് നമ്മളൊന്ന് ശോധന ചെയ്തിട്ട് വേണം കിടക്കയിലേക്ക് പോകുവാൻ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ദൈവം നമുക്ക് വേണ്ടി തന്ന വലിയ ദാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നാൽ ഞാൻ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് ദൈവം തന്നായ ദാനമാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവൃത്തി 2:38 പെട്ടെന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവെന്ന ദാനം. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിച്ചിട്ടൊന്ന് കൈകൊണ്ട് നിർത്തിയാട്ടെ. ഹല്ലേലൂയ. എന്നാൽ ഇതുവരെയും ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ആത്മാവിനെ തരണമേ. നമുക്കറിയാം, യേശു ഈ ലോകത്തു നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരെ യേശു പോകുന്ന അറിഞ്ഞുകൊണ്ട് വളരെ വ്യസനിപ്പാനിടയായി. അവർ മനം കലങ്ങി. കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. യേശു പോയത് സ്ഥലമൊരുക്കുവാൻ. എന്നാൽ യേശു അവരോട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അതുകൊണ്ട് യേശു ഏറ്റവും വലിയ ഒന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് പോയത്, പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ. നമുക്കറിയാം, യേശു ഉയർത്തെഴുന്നതിന് ശേഷമായിട്ട് ഈ സന്ദേശം അറിയിക്കുവാൻ ശിഷ്യന്മാർ ബന്ധപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അങ്ങനെ അവർ കാത്തിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുവാനിടയായി. ഹല്ലേലൂയ. നമുക്കറിയാം, പത്രോസ് പല പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. അതുപോലെ തന്നെ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം ടോട്ടലി ചേഞ്ച് ആകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ
ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒഴിച്ചുകൂടാൻ കഴിയാത്ത പലതും നമുക്ക് ഒഴിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഇവിടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷമാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന, നമ്മ ഇന്ന് സഭയെ നടത്തുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴ്പ്പെട്ട്, പരിശുദ്ധാത്മാവിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കാതെ, ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവം നമുക്ക് തന്ന ദാനമായ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആ ദൈവത്തിൻ്റെ ദാനത്തെ നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് നിൽക്കുന്ന വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ മറിയ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ആ വചനങ്ങൾ കൈക്കൊള്ളുവാനിടയായി. നമുക്കറിയാം, അവിടെ മറിയ ഇങ്ങനെ യേശുവിൻ്റെ പാദപീഠത്തിരുന്ന് വചനം കേൾക്കുമ്പോൾ മാർത്ത അവിടെ ഇരുന്ന് എന്ത് ചെയ്തു? പുറകുറുക്കുവാനിടയായി. എന്നെ തനിയെ ഇവിടെ ജോലിക്കാക്കിയിട്ട് ഏത് കണ്ടോ എൻ്റെ സഹോദരി നിൻ്റെ കാൽക്കരിക്കണം എന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, അത് ഈ മറിയ വേണമെങ്കിൽ യേശുവിനോട് പല ന്യായങ്ങളും പറയാമായിരുന്നു. കർത്താവേ, നീ അറിയുന്നില്ലയോ ഞാനിവിടെ നിൻ്റെ വചനം കേൾക്കാൻ ഇരിക്കുന്നത്? കണ്ടോ അവൾ എന്താണ് പറയുന്നത്? ഇവൾ എന്നെ കുറ്റപ്പെടുത്തിയാണ്. ഒന്നും പറഞ്ഞില്ല, മറിയ ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവൾക്ക് വേണ്ടി ആര് സംസാരിച്ചു? യേശു സംസാരിപ്പാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ പാതയെടുത്തിരിക്കുമ്പോൾ നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ നമ്മെ കുറ്റം വിധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്നും മറുപടി പറയേണ്ട. കർത്താവ് കേൾക്കുന്നുണ്ട്. കർത്താവ് അവർക്ക് മറുപടി കൊടുത്തുകൊള്ളും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഒരു കുഞ്ഞ് ഹല്ലേലൂയ എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായാലും നാം മിണ്ടാതിരുന്നാൽ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2 ക്രോണിക്കൽ 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോശാഫാത്തിനെതിരായിട്ട് 3 രാജാക്കന്മാർ അണിനിരന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പറയുകയാണ്, ഞങ്ങൾക്ക് ബലമില്ല, ഇവരുടെ മുമ്പിൽ നിൽക്കുവാൻ ഞങ്ങൾക്ക് ബലമില്ലെന്ന് പറഞ്ഞ് അവൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തീരുമാനിച്ചു. ഹല്ലേലൂയ. അതിന് ശേഷമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ പടയിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മിണ്ടാതിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി മിണ്ടുന്ന ദൈവമാണ്. നമ്മൾ മിണ്ടാതിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ്. കാരണം വചനമാണ് നമ്മൾ ഹല്ലേലൂയ ഗ്രഹിച്ചുവെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, നമ്മൾ ആ വചനം കൈക്കൊണ്ടുവെങ്കിൽ, ആ വചന പ്രകാരം നമ്മൾ നിന്നാൽ നിശ്ചയമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ കർത്താവിനെ, പിതാവായ ദൈവം നമ്മുടെ കർത്താവിനെ നമുക്ക് വേണ്ടി തന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ രക്ഷ അനുഭവിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താലാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്. ആ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ട് നമ്മൾ ജീവിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മെ എത്തേണ്ടടുത്ത് എത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുകയാണ്. നമുക്ക് ഒരുങ്ങാം. അനേകരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സഭയെ അതിനു വേണ്ടി ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.